ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മണിമാല മുന്നിൽ വെച്ച് ദേവിയോട് മാപ്പ് പറയാതെ ദേവിയുടെ കോപം അടങ്ങുമെന്ന് ശിവന് തോന്നുന്നുണ്ടോ? ദേവിയുടെ മുതലല്ലേ മണിമാല. അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാന്ന് പറഞ്ഞാ അത് വലിയ ദോഷം തന്നെയാ. നീ എന്താ ഇതേ വേഷത്തിലിരിക്കുന്നത്? കുളിയുന്നനെയൊന്നും ഇല്ല മോളെ. എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ. അപ്പൊ ഉറപ്പിക്കാം, ഇത് അർജുൻ സാറിനെ കുറിച്ച് തന്നെ. എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ഇത്രമാത്രം ആലോചിക്കാൻ? ഞാൻ ഇങ്ങനെ നിന്നെ കൊണ്ട് എന്നെ മാഡം എന്ന് വിളിപ്പിക്കാന്ന് ആലോചിക്കായിരുന്നു. മനസ്സിലായില്ല. എത്രയും പെട്ടെന്ന് രമാനിലയത്തിൽ കയറി പറ്റണം. അതിനിപ്പോ എന്താ ഇത്ര ആലോചിക്കാൻ? നിന്നെ അർജുൻ സാറിനെ ഇഷ്ടമാണ്, രമാദേവി മാഡത്തിനും ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഇത്ര ആലോചിക്കാനൊന്നുമില്ല. അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ? അല്ല, നീ വിചാരിക്കുന്ന പോലെ ഈസി ആയൊരു കാര്യമല്ലത്. നിനക്ക് തോന്നുന്നുണ്ടോ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് രമാദേവി ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന്? അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാ. മോന്റെ ഇഷ്ടത്തിന് അവരെതിരെ നിൽക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതങ്ങനെയല്ല. പിന്നെ അവർ ഈ വിവാഹത്തിൽ നിന്ന് എപ്പോഴെങ്കിലും പിന്മാറുന്ന നീ കരുതുന്നുണ്ടോ? കരുതുന്നുണ്ട്. അവർക്ക് അവരുടെ മോന് നല്ലൊരു പെൺകുട്ടി വേണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വന്തം ചേട്ടന്റെ മകളെ തട്ടിക്കളഞ്ഞിട്ട് എന്നെ അവർ ആക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് സംശയമുണ്ട്. അത് അനസൂയേക്കാൾ ഞാൻ മെച്ചപ്പെട്ടതുകൊണ്ടല്ല. എന്നെ കൊണ്ട് അവർക്കെന്തോ സാധിക്കാനുണ്ട്. ലാഭമില്ലാത്ത ഒരു കാര്യവും രമാദേവി ചെയ്യില്ല. അതിപ്പോ ബിസിനസ് ആയാലും സ്വന്തം മോന്റെ വിവാഹമായാലും. അർജുൻ സാർ നിന്നെയും വിവാഹം കഴിച്ച അവർക്ക് എന്ത് ലാഭം കിട്ടാനാ? അവര് വിചാരിച്ച ഇഷ്ടംപോലെ കോടീശ്വരന്മാരുടെ മക്കള് ക്യൂ നിൽക്കും. എന്നിട്ടും അർജുൻ സാറുമായിട്ടുള്ള നിന്റെ വിവാഹത്തിന് അവര് യെസ് പറഞ്ഞില്ലേ? ഇതില് വേറെ എന്ത് ലാഭം നോക്കാനാ? ഞാനൊരു കാര്യം പറയാം, അവര് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ നീ ആലോചിക്കുന്നത്. അങ്ങനല്ലടി, എന്റെ വിചാരങ്ങളൊന്നും തെറ്റിയിട്ടില്ല. അവർക്കെന്നെ കൊണ്ട് എന്തോ നേടാനുണ്ട്. അതവരുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ. അത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഞാൻ രാജകുടുംബത്തിലുള്ള ഒരാളാണെന്ന് അവര് മനസ്സിലാക്കിയതിനു ശേഷമാ അവർ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഇലവുദേശ കൊട്ടാരവും രമാദേവിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. എനിക്കോ നിനക്കോ ഊഹിക്കാൻ പറ്റാത്ത അത്ര വലിയ ബന്ധം. എന്താണെന്ന് ഞാൻ കണ്ടെത്തും. കൊട്ടാരവും ഞാനും തമ്മിലുള്ള ബന്ധം അവരറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നെ കൊണ്ടുള്ള ആവശ്യം നടന്നു കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും ഞാനും അർജുൻ സാറും തമ്മിലുള്ള വിവാഹം അവര് മുടക്കും. രമാദേവി എന്നെ കൂടുതൽ അറിയാൻ ശ്രമിക്കും തോറും ഞാൻ അവരെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി വേണ്ടത് എന്റെ കയ്യിലൊരു കയറാ. രമാദേവിയെ പോലെ ആരിലും അടങ്ങി നിൽക്കാത്തൊരു മാടിനെ പിടിച്ചു കെട്ടാനുള്ളൊരു മൂക്കുകയർ.
ഹലോ അച്ഛാ. ആ ചിന്നുമോളെ, നീ സുഖായിരിക്കുന്ന മോളെ? അച്ഛനോ? കുഴപ്പമില്ല മോളെ, ഞാൻ തിരുമേനിയുടെ വീട്ടിൽ തന്നെയാ. അമ്മ ഇവിടെയുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും സുരക്ഷിതമായിട്ട് മാറുന്നതിനെ പറ്റിയാ ഞാനും അമ്മ ഇപ്പൊ ആലോചിക്കുന്നേ. ആ നരേന്ദ്രൻ എപ്പോഴെങ്ങോട്ട് വരുന്നെന്ന് അറിയില്ല. സത്യം പറഞ്ഞ ഇവിടേക്കൊരു വണ്ടി വരുമ്പോ തന്നെ പേടിയാച്ചാ. അങ്ങനെ എത്ര നാളിവിടെ ഒളിച്ചു താമസിക്കാൻ പറ്റും? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. നമ്മൾ എന്ത് തീരുമാനിച്ചാലും ഈശ്വര നിശ്ചയല്ലേ നടക്കൂ. അച്ഛനൊന്ന് ആലോചിക്കട്ടെ. ഏതായാലും മോള് വിഷമിക്കണ്ട. എന്തെങ്കിലും ഒരു വഴി ദേവി കാണിച്ചു തരാതിരിക്കില്ല. ആ എന്നാ ശരി മോളെ, പൂജാരി വരുന്നുണ്ട്. അച്ഛൻ നാളെ വിളിക്കാം. എന്താ ശിവ, എന്താ മുഖത്തൊരു വിഷമം? ഞാൻ കല്യാണിയോട് സംസാരിക്കായിരുന്നു തിരുമേനി. പാവന്റെ മോള് ഇത്രയും അനുഭവിക്കാൻ മാത്രം ഞാനും എന്റെ കുടുംബവും എന്ത് തെറ്റാ ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ശിവനെ വീണ്ടും വിഷമിപ്പിക്കുകയാണെന്ന് കരുതരുത്. ശിവനും കുടുംബത്തിനും നല്ല ദേവീകോപം ഉണ്ടായിട്ടുണ്ട്. മണിമാല മുന്നിൽ വെച്ച് ദേവിയോട് മാപ്പ് പറയാതെ ദേവിയുടെ കോപം അടങ്ങുമെന്ന് ശിവന് തോന്നുന്നുണ്ടോ? ദേവിയുടെ മുതലല്ലേ മണിമാല. അത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാന്ന് പറഞ്ഞാ അത് വലിയ ദോഷം തന്നെയാ. മണിമാല കയ്യിലിരിക്കും തോറും ആപത്തുകൾ കൂടുകയുള്ളൂ. ബലിയിട്ടെങ്കിലും തമ്പുരാനും തമ്പുരാട്ടിയുടെ ആത്മാവിനും മോക്ഷപ്രാപ്തി കിട്ടിയെന്ന് ശിവൻ കരുതുന്നുണ്ടോ? എന്നാലില്ല. ഈ നാടിന്റെ സമാധാനം മുഴുവൻ ഇരിക്കുന്നത് മണിമാലയിലല്ലേ ശിവ? അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കായാലും മരിച്ചുപോയ ആത്മാവിനായാലും. അയ്യോ, അല്ല, ഒന്ന് ചോദിക്കട്ടെ, മണിമാല ഇപ്പോഴും കല്യാണിയുടെ കൈ തന്നെ ഇല്ലേ? ആ, എന്നാൽ അത് കൊണ്ടുവരാൻ പറയാ. ഇവിടെ വെച്ച് നമുക്കൊരു ദേവീ പൂജ നടത്തി തൽക്കാലത്തേക്കെങ്കിലും ദേവീ കോപം അടക്കി നിർത്താനാവോ എന്ന് നോക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ തിരുമേനി. ആലോചിക്കണം. ആലോചിച്ച് ഉചിതമായൊരു തീരുമാനം എടുക്കണം ശിവ.